ഹായ് ഗൈസ്, ട്രെയിലറും പോസ്റ്ററും ബേസിന്റെ അപ്പിയറൻസ് എല്ലാം വെച്ച് മരണമാസ് ഓൾറെഡി ഹൈപ്പിലായിരുന്നു. ബേസിൽ നമ്മൾ പൊന്മാലും അല്ലെങ്കിൽ പ്രാവൻകൂട് ഷാപ്പ് അങ്ങനെ ഓരോ സിനിമയിലും ഓരോ വ്യത്യസ്തമായ ക്യാരക്ടർ, അതായത് മുമ്പേ ചെയ്യാത്ത പലതരത്തിലുള്ള റോളുമായിട്ടാണ് ഓരോ ദിവസം വരുന്നത്. ഇതിന് ഏത് ലെവൽ ഓഫ് സാധനമാണെന്ന് സത്യം പറഞ്ഞാൽ ഒരു ഹൈപ്പ് ബേസിൽ പടങ്ങൾക്ക് ഓൾവേസ് ഉണ്ട്. ഈ ഒരു അപ്പിയറൻസ് കൂടെ കാണുമ്പോൾ എല്ലാ സിനിമാ പ്രേമികൾക്കും ഒന്ന് കയറി കാണാൻ തോന്നും. അങ്ങനെ ഒരു നമ്മൾ അയൽവക്കത്ത് തൊട്ടടുത്ത ചെക്കനാണ് ബേസിൽ അനുഷ്മ, സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവൻ, സിജു സണ്ണി പ്രധാന കഥാപാത്രമായി എത്തി. മരണമാസത്തെ കുറിച്ച് പറയാനാ വന്നിനെ. ഇത് ബേസിന്റെ കൂടെ തന്നെ, അതായത് കുഞ്ഞിരാമായണം തൊട്ട് ഡയറക്ടേഴ്സ് വിങ്ങിലുള്ള കൂടെ വർക്ക് ചെയ്ത ശിവപ്രസാദിന്റെ ഫസ്റ്റ് ഡയറക്ഷണൽ പടമാണ്. ശിവപ്രസാദും അതുപോലെ തന്നെ സിജു സണ്ണിയും കൂടെ തന്നെ തിരക്കഥ എഴുതിയ. ഇതിന്റെ സ്റ്റോറി വരുന്നത് സിജു സണ്ണി തന്നെ, നമ്മളെ നടൻ താഴെയിലൊക്കെ ഉള്ള സിജു സണ്ണി തന്നെയാണ് ഇതിന്റെ സ്റ്റോറിയും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത പറയുന്നത് ഇത് ടോവിനോ തോമസ് പ്രൊഡക്ഷൻസിലാണ്. ടോവിനോ തോമസ് ബേസിലിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം, അത് ഒരു ഹൈപ്പിന് കാരണമാണ്. അങ്ങനെ ഒരു സംഭവം എന്തായിരിക്കും അതിൽ കിടക്കാൻ പോകുന്നുള്ള ഒരു കാര്യമൊക്കെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് എല്ലാവർക്കും ഒരു മലയാളത്തിലൊരു തോന്നലുണ്ടാവും. സ്പൂഫ് പടം എന്നുള്ള രീതിയിൽ ഇത് കാണാം, അല്ലെങ്കിൽ ഇതൊരു ഡാർക്ക് കോമഡി ഒക്കെ വെച്ച് എല്ലാവരും കുറച്ചൊരു ഓവറാണ്. ഇപ്പൊ നമ്മള് പൈങ്കിളി എന്നുള്ള സിനിമയിലൊക്കെ കണ്ടില്ലേ, അതുപോലെ കുറച്ച് ഓവറാണ്. പക്ഷെ പൈങ്കിളിനേക്കാളും മുകളിലാണ് ഈ ഒരു പടം. പൈങ്കിളിയിൽ ഒരുപാട് ഡയലോഗുകൾ ചിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ നമുക്ക് അത്ര ഒരു ചിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതിലെത്തുമ്പോൾ ഒരുവിധം എല്ലാ ഡയലോഗുകളും നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്, സന്ദർഭങ്ങളും ചിരിപ്പിക്കുന്നുണ്ട്. അതില് എനിക്ക് പറയാനുള്ളത്, ഒരു സിറ്റുവേഷൻ സംഭവിക്കും, സിനിമ തുടങ്ങി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ ആ ആദ്യത്തെ കുറച്ച് സമയം ഉണ്ടല്ലോ, അത് എനിക്ക് അത്രയും ഒരു അടിപൊളിയായി തോന്നിയില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ഒരു സാധാ പടം പോലെ തോന്നി. അതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം പിന്നെ അങ്ങോട്ട് പടം അടിപൊളി ഒരു കിക്ക് തരുന്നുണ്ട്. നല്ലൊരു വൈബോളി പടം തന്നെ ആയിട്ടുണ്ട്. നല്ല സിറ്റുവേഷണൽ കോമഡി എല്ലാം വെച്ച് നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനുള്ള സംഭവം അതിനുശേഷം കിട്ടുന്നുണ്ട്. ഇത് ഏറ്റവും ഹൈ ആവുന്ന പോയിന്റ് പറയുന്നത് ബേസില് സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവൻ, അനുഷ്മ, സിജു സണ്ണി, ഇവർ 5 പേരും വരുന്ന സീനുകളെല്ലാം ഹൈ ആണ് പടത്തില്. നമുക്ക് ചിരിക്കാനുള്ള സാധനം ഇഷ്ടം പോലെയുണ്ട്. പഴയ നമ്മൾ പ്രിയദർശൻ പടത്തിലൊക്കെ കാണുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് സീനുകൾ എന്ന് വെച്ചാല് ഈ പൂജ, അതുപോലെ തന്നെ ജോമോനുള്ള സീനുകളുണ്ട്. അതെനിക്ക് അത്രയും വർക്കൗട്ട് ആയില്ല. ആ സീനുകളിലെ കോമഡി അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ 5 പേര് വരുന്ന സീനുകളെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവൽ ഫീലിംഗ് ആണ്. ഒരു അപ്പൂപ്പൻ അഭിനയിക്കുന്നുണ്ട് ഇതില്. എന്താ വൈബ്! പുള്ളിക്കാരൻ കിടു വൈബായിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിന് വേണ്ട എല്ലാ സംഭവങ്ങളും പുള്ളിക്കാരൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ബേസിന്റെ സീൻ വരുന്നുണ്ട് ഫസ്റ്റില്, ഒരു ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ടൊരു സീൻ വരുന്നുണ്ട്. പല തരത്തിലുള്ള മുഖഭാവങ്ങൾ മിന്നി പറയുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ബേസിൽ കിടുവാക്കിയിട്ടുണ്ട്, എപ്പോഴത്തെ പോലും വേറെ ലെവലാക്കിയിട്ടുണ്ട്. അനുഷ്മ എനിക്ക് ഇതിന് മുന്നേ അഭിനയിച്ച സിനിമകള് അയാം കാതലിലൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പുള്ളിക്കാരുടെ അഭിനയം. പക്ഷെ ഇതിലോട്ട് എത്തപ്പോ കിടുവാക്കിയിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ പറയാനില്ല, ഇങ്ങനത്തെ വൈബ് പടങ്ങൾക്ക് ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഉണ്ടാവുമ്പോ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ്. ഈ ത്രിശങ്കു എന്നൊക്കെ പറഞ്ഞ അർജുന അശോകൻ, സുരേഷ് കൃഷ്ണ, നന്ദു ഒക്കെ ഉള്ള അമ്മാവന്മാരായിട്ടുള്ള പടം, അതിൽ സുരേഷ് കൃഷ്ണ കൊടുക്കുന്ന ഒരു വൈബ് ഉണ്ട്. നന്ദു അതുപോലെ തന്നെ പൊളിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ പടത്തിൽ ഇവർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എസൻസ് ഉണ്ട്, ഫ്ലേവർ ഉണ്ട്. അത് പടത്തിന് ഭയങ്കര ഹൈ ആക്കുന്ന സാധനമാണ്. ജസ്റ്റ് നിന്ന് 1-2 ഡയലോഗ് അടിച്ചാൽ പോലും മതി, പടം വൈബാണ്. ബേസിലും സുരേഷ് കൃഷ്ണ നല്ല കോംബോ ആയിട്ടുണ്ട്, നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട്. അവരെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, നല്ല അടിപൊളിയാണ്. പിന്നെ രാജേഷ് മാധവ് കിടിലാക്കിയിട്ടുണ്ട്. എന്നാ ആക്ടിങ് ആണ്, കിടുവാക്കിയിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നടനാണ്. പിന്നെ സിജു വിൽസന്റെ നമ്മൾ വിചാരിക്കുന്ന ഒരു കോമഡി ക്യാരക്ടർ അല്ല, പുള്ളിക്കാരൻ ഉള്ള ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് നമ്മള് ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ്ണി ആയി മാറുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പടത്തിന്റെ ഫീല്, പടത്തിന്റെ വൈബ് കിടുവാണ്. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയി കൂളായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന പടം. അതാണ് എനിക്ക് ബേസിക്കലി മരണമാസത്തെ കുറിച്ച് തോന്നിയത്. നിങ്ങൾ ഈ പടം കണ്ടോ? എങ്ങനെയുണ്ട് പടം? ബേസിൽ എങ്ങനെയുണ്ട്? സുരേഷ് കൃഷ്ണ എങ്ങനെയുണ്ട്? രാജേഷ് മാധവ് എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? അനുഷ്മ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ആരൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്? അവരെ കുറിച്ചൊക്കെ കമന്റ് ചെയ്യണേ. നിങ്ങളൊരു ബേസിൽ ഫാൻ ആണോ? കമന്റ് ചെയ്യണേ. പടം എങ്ങനെയുണ്ട്? പടം എന്ത് ഫീൽ ആയൊക്കെ തന്നത്? കിടുവാണോ അല്ല അത്ര എത്തിയില്ലേ? എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? എല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമന്റ് മറക്കല്ലേ. വീണ്ടും വരും, ചെറിയൊരു ഗ്യാപ്പ് എടുത്തുന്നേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ, റിയാക്ഷനോ, സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.